പിടിച്ചോ 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 ആണ്ടാ പിടിച്ചു. അപ്പോഴേ നമ്മുടെ സദ്ദാം പെറ്റ് ഷോപ്പിൻ്റെ ഒരു ഓണക്കോടിയുണ്ട്. അപ്പോൾ അത് ഒന്ന് മേടിച്ചോ. ഓണക്കോടി കൊടുക്കാൻ പോയപ്പോഴാണ് ആ കുഞ്ഞിനെയും ഉമ്മയും നമ്മൾ കണ്ടത്. അവർക്ക് ഒരു സ്റ്റാൻഡ് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കൊന്ന് കൊണ്ട് കൊടുത്താലോ, അതിൻ്റെ വിശേഷങ്ങളോട് പോകാം. നമ്മൾ ഓണത്തിൻ്റെ ഒരു ഓണക്കൂടിയായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത്തായ പരിചയപ്പെടുന്നത്. കണ്ടൊരു കുഞ്ഞു വാവ, നമ്മുടെ ദുവാമോട് വിട്ടൊരു വാവയുണ്ട്. അപ്പം നമുക്ക് വീട്ടിലെ ലോട്ടറി സെയിൽ ചെയ്താണ്. അപ്പം നമുക്ക് എന്തായാലും ഇത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരാഴ്ച ആയി. എന്നാലും നമ്മൾ ഈ പണിക്കാർ ഓണക്കാലം ആയതുകൊണ്ട് പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഡിലേ ആയത്. ഇത്തായ്ക്ക് ഒരു സ്റ്റാൻഡും അതിനുള്ള ഒരു കുട സെറ്റപ്പ് നമ്മൾ ചെയ്യും. മഴ സമയത്തൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ തന്നെയാണ് ഇപ്പോൾ സെയിൽ ചെയ്തത്. അപ്പം നമുക്ക് നമ്മുടെ ഇത്തായ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കണ്ടതല്ല, സദ്ദാം പെറ്റ് ഷോപ്പിൻ്റെ ഒരു ഓണ ഉപഹാരമാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ, ഒരു കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം നൽകട്ടെ. അതുകൊണ്ടൊക്കെ തന്നെ ഇത് അവർക്കൊരു ഇതിലെ പോകുന്നവരൊക്കെ അവരെ സഹായിക്കുക, മീൻസ് ലോട്ടറി എടുത്ത് സഹായിക്കുക. അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു ഈ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ ഇളയ മോളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പൈത്തേക്ക് മുമ്പോട്ടോ പുറത്തോട്ടോ. ഇതാണ് നമ്മുടെ ആള്. ഇത്തായ്ക്ക് എന്താ പറയാനുള്ളത്? സന്തോഷമായോ? ആണ്. അപ്പൊ ഇത് മതിയോ? എന്നെ കൊണ്ട് കഴിയുന്ന മെയിനായിട്ട് ഇത് പണിയുന്നത് കൊണ്ട് ഒരാഴ്ച താമസം വന്നു. ഇത് സഹായം കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷം. അപ്പൊ നിങ്ങൾ ഇതിലെ പോകുന്നവർ ഒരു ലോട്ടറി എടുത്ത് സഹായിക്കുക. ഈ കുഞ്ഞിനെ കണ്ടോ? ഇതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ട്. അപ്പൊ അത്രയ്ക്ക് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ദൂരെയാണ് ബസ് കയറി ഇവിടെ വരുന്നത്. അപ്പൊ ഇത്തായ്ക്ക് എന്താ എന്തെങ്കിലും പറയാനുണ്ട്? ആന്നല്ലേ? ഓക്കെ, അപ്പൊ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ഇതുകൊണ്ടൊക്കെ എല്ലാവരും മുന്നോട്ട് വരിക. ഇതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് പേര് നിങ്ങളും ഞാനും എല്ലാവരും സഹായിക്കുക. കാരണം ഇതിനകത്ത് നമുക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ലോട്ടറിനകത്ത് വെച്ചിട്ട് കാണാം. ഇതിനെ ഒരു പേസ്പോർട്ട് വീസോടെ വെക്കാമെങ്കിലേ ഇത്തങ്ങടെ വെച്ചോ. വാ, ഇത്തങ്ങടെ വെച്ചോ. അതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഇതുകൊണ്ട് മക്കളെ, അത് ഞാൻ മേടിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് എന്നല്ല, ആദ്യത്തെ ഇവിടെ 2-3 മാസമായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് കണ്ട നമ്മുടെ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ ചേട്ടനാണ് ലോട്ടറി മേടിക്കുന്നത്. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് നോക്കി ഒരു ഹായ് പറഞ്ഞേരെ. അപ്പോൾ എല്ലാവിധ ഓണാശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെ എല്ലാവരും ഇതിലേ പോകുന്നവർ ഇത്തായി സഹായിക്കുക. ഒരു ലോട്ടറിയെങ്കിലും വാങ്ങി സഹായിക്കുക. ലോട്ടറി എടുക്കുന്നവർ ലോട്ടറി മേടിച്ച് സഹായിക്കുക. അതൊരു അവർക്കൊരു കൈത്താങ്ങാവും. അപ്പോൾ സ്ഥലം വരുന്നത് ചാമ്പക്കട ഏരിയയിലാണ്, ചാമ്പക്കട റോഡ് സൈഡിലാണ്. ലോട്ടറി എടുത്ത് സഹായിക്കുക. മോനിക്ക് ഇഷ്ടമുള്ള. അപ്പോൾ നമ്മൾ ഓണമൊക്കെയാ, നിങ്ങൾക്ക് ആയിരിക്കും ചിലപ്പോൾ അടുത്ത ഭാഗ്യശാലി. ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഇത്തായ്ക്ക് ഒരു സന്തോഷമാകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ സദ്ദാം പെറ്റ് ഷോപ്പിൻ്റെ ഒരു പുതിയ കൺസെപ്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നന്ദി.